ദേവാലയങ്ങൾ പ്രാർത്ഥനാഭരിതമാക്കി വിശ്വാസ സമൂഹം. കർദിനാളായി നിയുക്തനായ ശേഷം ആദ്യമായി തിരുവനന്തപുരത്തെത്തിയ മാർ ജോർജ് ജേക്കബ് കൂവക്കാട് PMG ലൂർദ് ഫെറോന പള്ളിയിലെ തിരുപ്പിറവി കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിലെ തിരുക്കർമ്മങ്ങൾക്ക് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ചേനറ്റോ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വയനാട് ദുരന്തം നടന്നിട്ട് മാസങ്ങളായിട്ടും പുനരധിവാസം ഇപ്പോഴും അകലെ തന്നെയെന്ന് ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ചേനറ്റോ. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ യുവ മാതാപിതാക്കളുടെ 3 ആൺകുട്ടികൾ മക്കൾ അവർക്ക് ആ ദുരന്തത്തിൽ നഷ്ടപ്പെട്ടു. തങ്ങളുടെ സർവസ്വമായിരുന്ന 3 മക്കളും നഷ്ടപ്പെട്ട ആ മാതാപിതാക്കൾ മരണത്തിനു ശേഷവും മക്കളുടെ ആഗ്രഹം സാധിക്കുവാനായി അവരെ സംസ്കരിച്ച കുഴിമാടത്തിനരികിലാണ് അവരുടെ പുൽക്കൂടും ക്രിസ്മസ് ട്രീയും സാന്താക്ലോസും ഒരുക്കിയത്. അണയാത്ത വാത്സല്യത്തിന്റെ അടയാളമായിരുന്നു അത്. പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിലെ തിരുകർമ്മങ്ങൾക്ക് മലങ്കര കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബെസേലിയോസ് ക്ലിമ്മീസ് കത്തോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തീയുടലിച്ച ശുശ്രൂഷയും വിശുദ്ധ കുർബാനയും നടന്നു. തിരുപ്പിറവി ദിനാഘോഷത്തിന്റെ ഭാഗമായി ദേവാലയങ്ങളിൽ ഇന്നും പ്രത്യേക ശുശ്രൂഷകൾ നടക്കും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.